നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരുണ്ടായത് എവിടെയാണ് നമുക്ക് ഏതാണ്ട് ഒരു ധാരണയായിപ്പോ. അതുകൊണ്ട് നമ്മുടെ ഒക്കെ പ്രപിതാമഹന്മാരാണ് അവരെന്ന് വിചാരിക്കുന്നിടത്താണ് അവരും നമ്മളും ഒന്നാണ്. അങ്ങനെ ഒരു വിചാരം നമുക്കുണ്ടെങ്കിലും അത് കാണാനും എങ്ങനെയായിരുന്നു മനുഷ്യരുടെ കാലത്ത് എന്ന് വെച്ചാൽ നമുക്ക് അത്രമേൽ പരിചിതമല്ലാതിരുന്ന ഒരു കാലത്ത് ജീവിച്ചിരുന്നത് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാനും ഈ റോഡും ഈ കെട്ടിടവും ഒക്കെ വരുന്നതിന് മുൻപുള്ള മനുഷ്യവംശത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു, ചികിത്സ എങ്ങനെയായിരുന്നു, അവർ ഒരുമിച്ച് കൂടിയുള്ള ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു, ഭക്ഷണ രീതികൾ, അതിനുപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു, ഇതെല്ലാം നമുക്ക് ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന, എന്ന് വെച്ചാൽ 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഉള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന ദേശീയ ഗോത്രമേളയാണ് നമ്മുടെ തീർത്ഥാടനം നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സമയം എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് മനുഷ്യർ തന്റെ പഴയ തലമുറ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനാവാത്ത അത്രയും കൊല്ലം മുമ്പുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ഇത് ശരിക്കും ഉപയോഗിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. സ്കൂളൊക്കെ കൂട്ടിയ സമയമാണ്. കുട്ടികൾക്ക് അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ എന്തായാലും ക്ലാസ്സിലെ ഇപ്പൊ ഉള്ള ജീവനക്കാരെ മാത്രമല്ല നമ്മളായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അവിടുന്ന് തിരിഞ്ഞ് ടെൻഷൻ പറ്റിയവർ പോലും അവിടെ അവരെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു സംശയ നിവർത്തി വരുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാകുമ്പോൾ ഇത് ഒരേ സമയം നമുക്ക് വിനോദം തരുന്നതോടൊപ്പം നമുക്ക് ഏറിയ വിജ്ഞാനവും തരുന്നു. അതുപോലെ അവർ കൊണ്ടുവരുന്ന മരുന്നുകൾ സാധാരണയായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് നിന്ന് മുഴുവൻ ഗോത്രവർഗ്ഗക്കാർ വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന മരുന്ന്, അവരുണ്ടാക്കിയ പലഹാരങ്ങള്, അവരുടെ പ്രത്യേക ധാന്യങ്ങള്, ഇതൊക്കെ മേള കഴിയുന്നതിന് മുൻപേ തീർന്നു പോകാറുണ്ട്. വലിയ കൊട്ടകളും